ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് ഒമാനിലെ അൽ ആലിയ വില്ലേജിലേക്കാണ്. കുറേ മുന്തിരിത്തോട്ടങ്ങളൊക്കെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് അൽ ആലിയ. സൊഹാറിൽ നിന്ന് 190 കിലോമീറ്ററാണ് മാപ്പിൽ കാണിക്കുന്നത്. മസ്കറ്റിൽ നിന്നാണെങ്കിൽ 150 കിലോമീറ്ററാണ്. മസ്കറ്റിൽ നിന്ന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് അൽ ആലിയ. നമ്മൾ എക്സ്പ്രസ് വേയിലാണ് പോകുന്നത്, അതാണ് എളുപ്പം. അൽ റുസ്താഖ് എക്സിറ്റ് എടുക്കണം. റുസ്താഖ് കഴിഞ്ഞ് റുസ്താഖിനും നഖലിനും ഇടയിലുള്ള വാദി ബാനി ഖറൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്റർ മാറിയാണ് ഈ ഗ്രാമം ഉള്ളത്. ഇതാണ് റുസ്താഖ് സിറ്റി ഗേറ്റ്. റുസ്താഖ് ഗേറ്റ് കഴിഞ്ഞ് ആദ്യത്തെ റൗണ്ട് അബൌട്ടിൽ നിന്ന് നഖൽ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ പോകുന്ന വഴിയുടെ സൈഡിലെല്ലാം വാദിയാണ്. അതുകൊണ്ട് മഴ സമയത്ത് കഴിവതും യാത്ര ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ മുതൽ നിറയെ മലനിരകളാണ്. ഈ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്ര തന്നെ ഒരു നല്ല അനുഭവമാണ്. നമ്മളൊരു ചെറിയ റോഡിലേക്ക് എത്തി. ഈ സൈൻ ബോർഡ് നോക്കി പോയാൽ മതി, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി ജൽബ് കഫേ എവിടെയാണ്. ഈ മുന്തിരിത്തോട്ടത്തിനടുത്തുള്ള ഒരു കഫേയാണ് ജൽബ് കഫേ. അതിൻ്റെ സൈൻ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിറയെ ഈന്തപ്പനകളൊക്കെ കാണാം. ഇപ്പം നമ്മളൊരു മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. 1/2 കിലോമീറ്ററോളം ടാർ ഇല്ലാത്ത റോഡാണ്, എന്നാലും കുഴപ്പമില്ല. എല്ലാ ടൈപ്പ് വണ്ടികൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുറേ കസേരയും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം. ജൽബ് കഫേയിൽ നിന്ന് ചായയോ കോഫിയൊക്കെ വാങ്ങിച്ച് കുടിക്കാം. നമ്മളെത്തിയപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റി. ഭയങ്കര ശാന്ത സുന്ദരമായ ഒരു സ്ഥലം. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൃഷി ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് കാണാം. ഇതിൽ നിന്നാണ് മുന്തിരിത്തോട്ടങ്ങളിലേക്കും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കും ഒക്കെ ഉള്ള വെള്ളം കൊണ്ടുപോകുന്നത്. ഇവിടെ താഴെ നിറയെ മുന്തിരിത്തോട്ടങ്ങളാണ്. ഇപ്പോൾ സീസണിൽ വന്നാൽ നമുക്ക് നിറയെ മുന്തിരിയൊക്കെ കാണാൻ പറ്റും. മെയ്, ജൂൺ, ജൂലൈ സമയമാണ് മുന്തിരിയുടെ സീസൺ. മുന്തിരി മാത്രമല്ല, ഇവിടെ നാരങ്ങ, മാമ്പഴം, മാതള നാരങ്ങ, പപ്പായ, ഒലിവ്, ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, കുരുമുളക്, ചീര, അങ്ങനെ കുറേ അധികം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളവരുടെ പ്രധാനമായ വരുമാന മാർഗ്ഗവും ഈ കൃഷി തന്നെയാണ്.
കമ്പം തേനിയിലൊക്കെ കാണുന്നത് പോലെയുള്ള മുന്തിരിത്തോട്ടങ്ങളല്ല ഇവിടെ. കുറച്ചുകൂടെ ഹൈറ്റ് കുറവുള്ളതായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് മുന്തിരികളൊക്കെ അത്യാവശ്യം വിളവെടുത്ത് കഴിഞ്ഞു. എങ്കിലും നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റി. ഒരു 10 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ നിറയെ മുന്തിരികൾ കാണാമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മലനിരകൾക്കിടയിലുള്ള ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടാറുണ്ട്. നല്ല ഒരു മിതമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിവിധങ്ങളായ കാർഷിക വിളകളൊക്കെ ഉണ്ടാകുന്നത്. മുന്തിരിത്തോട്ടമൊക്കെ കണ്ട് ക്ഷീണിച്ച് വന്ന് നമുക്ക് ഈ ജൽബ് കഫേയിൽ നിന്ന് ജ്യൂസൊക്കെ വാങ്ങി കുടിക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കും ഫ്രഷ് മുന്തിരി ജ്യൂസായിരിക്കും കിട്ടുന്നതെന്ന്. പക്ഷേ അതൊന്നും ഇവിടെ കിട്ടത്തില്ല. അല്ലാതെയുള്ള വേറെ എന്ത് ജ്യൂസൊക്കെയാണ്. പിന്നെ ഐസ്ക്രീം, ചിപ്സൊക്കെ കിട്ടും കുട്ടികൾക്കൊക്കെ. ജൽബ് കഫേയിൽ നിന്ന് ജ്യൂസും കുടിച്ച് സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. ഒരു 1 ഡേ ട്രിപ്പൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് അൽ ആലിയ. മസ്കറ്റിൽ നിന്ന് 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അതുപോലെ എല്ലാത്തരം വണ്ടികളും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴയുള്ള സമയത്ത് കഴിവതും യാത്ര ഒഴിവാക്കുക. ഇവിടെ കൂടുതലും വാദികളൊക്കെ വരുന്ന സ്ഥലമായത് കാരണം മഴ സമയം വരാത്തതായിരിക്കും നല്ലത്. അതുപോലെ സീസണിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. മെയ് ജൂണൊക്കെയാണ് മുന്തിരി കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വരാൻ ശ്രദ്ധിക്കാം. പിന്നെ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം ഇവിടെ വളരെ കുറവാണ്. വേണമെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അല്ലാതെ ഈ ഒരു കഫേ മാത്രമേ ഇവിടെ ഉള്ളൂ. ചായയോ ജ്യൂസോ ഒക്കെ കുടിക്കാം. വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാനും സൂര്യാസ്തമനം കാണാനും ഒക്കെ ഇവിടെയുള്ള ആൾക്കാർ വരാറുണ്ട്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.